സിന്തറ്റിക് ട്രാക്കുകളില്ല. ജില്ലാ ആസ്ഥാനത്ത് ആകെയുള്ള സ്റ്റേഡിയം മാസത്തിൽ പകുതി സമയവും വെള്ളക്കെട്ടിൽ. എന്നിട്ടും പാലക്കാട് നേടിയത് ചെറിയ നേട്ടമല്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കായിക താരങ്ങളെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജനാവലി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ജേതാക്കളായ പാലക്കാട് ജില്ലാ ടീമിലെ അംഗങ്ങളെ സ്വീകരിക്കാൻ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുമിച്ചെത്തി മുദ്രാവാക്യം വിളിച്ചു. മുഹമ്മദ് അഫ്സലും PU ചിത്രയുമടക്കമുള്ള ടീമംഗങ്ങളും വികാരനിർഭരമായാണ് പ്രതികരിച്ചത്. നേട്ടം നിലനിർത്താനാണ് നോട്ടമെന്ന് താരങ്ങളെ സ്വീകരിക്കാനെത്തിയ MP രാജേഷ് MP പറഞ്ഞു. പോരായ്മകളുണ്ടെന്നും അത് പരിഹരിക്കാൻ അധികൃതർ സഹായിച്ചില്ലെങ്കിൽ നേട്ടങ്ങൾ താൽക്കാലിക പ്രതിഭാസമായി അവസാനിക്കുമെന്നുമായിരുന്നു മേളയുടെ താരം മുഹമ്മദ് അഫ്സലിന്റെ പക്വതയോടെയുള്ള പ്രതികരണം. ഞങ്ങൾക്ക് അങ്ങനെ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവരും നല്ല സൗകര്യം ചെയ്തു തരേണ്ടി വരും. ഞങ്ങൾ അത്രയും കഷ്ടപ്പാടിൻ്റെ ഇതിലാണ് ഞങ്ങളുടെ സ്കൂൾ സാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആവുന്നത്. സാറ് കഠിനാധ്വാനക്കാരാണ്. 3000 മീറ്ററിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും കൂടുതൽ മെഡലുകൾക്കായി ശ്രമിക്കുമെന്നും PU ചിത്രയുടെ ഉറപ്പ്. കുറേ വർഷങ്ങൾക്ക് സെക്കൻഡ് നിൽക്കുന്നത് ഇപ്പോൾ ഫസ്റ്റിലേക്കായത് പാലക്കാട് മൊത്തം ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് 3000ആണ് ഞാൻ ചെയ്യുന്നത്. സ്കൂൾസിന് വേണ്ടി മാത്രമാണ് ബാക്കി ഐറ്റങ്ങളൊക്കെ ചെയ്യുന്നത്. പാലക്കാട് വളർന്നുവരുന്ന കായിക താരങ്ങൾക്കായി സിന്തറ്റിക് ട്രാക്കും സ്പോർട്സ് കോംപ്ലക്സും എക്സലൻസി സെന്ററും എന്ന വാഗ്ദാനം എല്ലാ സർക്കാരുകളും ആവർത്തിക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴും കല്ലടിക്കോട്ടെയും പറളിയിലെയും അർപ്പണ മനോഭാവമുള്ള താരങ്ങളുടെയും അധ്യാപകരുടെയും പരിശ്രമത്തിൽ മാത്രമാണ് പാലക്കാടിന് നേട്ടമുണ്ടാകുന്നത്. അതിനിടെ പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് പണിയാൻ 2.5 കോടി രൂപ അനുവദിച്ചെന്ന ഷാഫി പറമ്പിൽ MLAയുടെ അറിയിപ്പ് ഹർഷാരവത്തോടെയാണ് താരങ്ങൾ സ്വീകരിച്ചത്. പുതിയ കിരീടം പാലക്കാടിനോടുള്ള അധികൃതരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. ബിനീഷ് അരവിന്ദൻ, പാലക്കാട്, ഇന്ത്യ വിഷൻ.